ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഇവിടുത്തെ ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ? ന്യൂസിലൻഡിൽ കൂടുതലും ബീച്ചുകളാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഞങ്ങൾ ഈ ബീച്ചിൽ വരണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ സാധിച്ചില്ലായിരുന്നു കേട്ടോ. ഫൈനലി ഞങ്ങൾ ഇന്ന് എത്തി. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെയും കൂടെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. വന്നിറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാൻ ഭയങ്കര രസമുള്ളൊരു ബീച്ചാണ് കേട്ടോ. നമുക്ക് മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നുന്നൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല തിരക്കായിരുന്നു. റോഡിൽ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആ ഫ്രണ്ട് വ്യൂയിൽ കൂടെ കയറാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു തിരക്ക് കാരണം. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് എൻഡിലോട്ട് വന്ന് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഈ സൈഡ് വഴി കയറുമായിരുന്നു. ഓൾമോസ്റ്റ് ആ ഏരിയ ഫുള്ള് നല്ല തിരക്കാണ്. ഈ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ രാവിലെ തന്നെ വരും, എന്നിട്ടൊരു ടെൻ്റൊക്കെ അടിച്ച് വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്യും. കുറേ പേര് ഇവിടെ ഫുഡൊക്കെ കുക്ക് ചെയ്ത്, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഹോട്ടൽസൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഫുഡൊക്കെ മേടിച്ച് ആ ഒരു 1 ഡേ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് സാധാരണ പോകാറ് കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാരെ ഞങ്ങൾ കണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ വൈകുന്നേരം കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് വേണ്ടി വന്നതാണ്. കുറച്ച് നേരം പിള്ളേർക്ക് വെള്ളത്തിലൊന്ന് കളിക്കുക. എവിടെ ബീച്ചിൽ പോയാലും കുറേ ഷെൽസ് പറക്കുകയാണ് ഇവരുടെ ഒരു പ്രത്യേക ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവരത് പറക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴുള്ള കാഴ്ചയാട്ടോ അതേ ആ ഷിപ്പ് പോകുന്നത്. അത് ഭയങ്കര രസമായിട്ട് നിങ്ങൾക്കും തോന്നിയില്ലേ കണ്ടപ്പോൾ? ഞങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ, ഇവിടുത്തെ കടലിൻ്റെ ഒരു കടൽപ്പാലം പോലെയുണ്ട്. അപ്പോൾ ഈ പാലം ഇങ്ങനെ കുറച്ച് കടലിൻ്റെ സെൻറ്ററിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ പാലത്തിൽ കൂടെ നമുക്ക് ആ സെൻറ്റർ ഭാഗത്തോട്ട് കുറേ നടക്കാൻ പറ്റും. ആ നടന്ന് ചെന്നിട്ട് അവിടെ നിന്ന് നമുക്ക് കുറച്ചൊരു വ്യൂ നന്നായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ കടലിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ ചെന്ന് നിൽക്കുന്ന പോലെയൊക്കെ തോന്നും നമുക്ക്. അതൊരു പ്രത്യേക ഒരു ഫീലായിരുന്നേ. അപ്പോൾ ഞങ്ങളും അതിലൂടെ നടക്കാൻ പോയി. ഒരു വൈകുന്നേര സമയമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇവിടെ സമ്മർ സീസണിൽ 9 മണിയൊക്കെ ആവുന്നവരെ നല്ല വെയിലുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നല്ല വെയിലുണ്ട്. ഒരു 8:30 മണിയായി ആക്ച്വലി. അപ്പോൾ നല്ല വെയിലും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ ആൾക്കാർ കണ്ടോ നിൽക്കുന്നേ, നമ്മുടെ നാട്ടിൽ ചൂണ്ടയിട്ട് നിൽക്കില്ലേ മീൻ പിടിക്കാനായിട്ട്, അതുപോലെ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയുമായിട്ട് ഇവരിവിടെ നിൽക്കുക കേട്ടോ. മീൻ പിടിക്കാൻ തന്നെയാണ് നിൽക്കുന്നത്. ഫാമിലി ആയിട്ടുള്ളവരുണ്ട്, സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്, കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫൈനലി നടന്ന് ഈ സെൻറ്റർ പോയിന്റിൽ വരെ എത്തി. അത്യാവശ്യം ഇവിടെയും മീൻ പിടിക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ട്, പിന്നെ കാഴ്ച കാണാൻ വന്ന കുറേ ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പം വേറൊരു ഫീലാണ്. നമ്മളിങ്ങനെ ചുറ്റും നോക്കും, നമ്മുടെ 4 ചുറ്റും ഇങ്ങനെ കടൽ കാണുന്നൊരു ഫീലില്ലേ, അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഒരു രസമായിട്ട് തോന്നും. കുട്ടികൾക്കൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ചില കുട്ടികളുണ്ട് ഈ കടലിൻ്റെ നടുക്കോട്ടൊക്കെ പാലത്തിൽ കൂടെ നടക്കുമ്പോൾ പേടിയുള്ള കുട്ടികൾ. എൻ്റെ മൂത്ത കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ദേ ഈ ചേട്ടനുണ്ട് മീൻ പിടിച്ചിട്ടേക്കുന്നുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അത് ക്ലോസ് ചെയ്തിടാഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത്. ബാക്കി എല്ലാവരും ഇങ്ങനെ കവർ ചെയ്തിട്ടേക്കും. അവർ പിടിക്കുന്ന മീനെ ആരും കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഈ മീനെയൊക്കെ കണ്ടിട്ട് വീണ്ടും തിരിച്ച് നടക്കാൻ തുടങ്ങി. നമ്മൾ പോയ അത്രയും ദൂരം തന്നെ തിരിച്ച് നടക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് നടന്നു. അത്യാവശ്യം നേരം ഇരുട്ടാൻ തുടങ്ങി. വെയിലുണ്ടെങ്കിലും ഒരു ചെറിയ മങ്ങലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ബീച്ചിലിരുന്നായിരുന്നു. അത് കഴിഞ്ഞ് കയറി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ നടക്കാൻ വന്നത്. അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും വീട്ടിലോട്ട് പോകുക കേട്ടോ. സമയം രാത്രി 9 മണിയോട് അടുക്കുന്നു. അപ്പോൾ നേരെ വീട്ടിലോട്ടാണ് യാത്ര. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമേ. ഞങ്ങൾക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്, അതായത് മിഷൻ ബേയുടെ. നല്ല രസമാണ് ഇവിടെ. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടാട്ടോ. നേരത്തെയൊക്കെ വന്ന് സ്ഥലമൊക്കെ കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു ഏരിയ കണ്ടപ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു സൈഡിലൂടെയല്ല ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഞങ്ങൾ ഇറങ്ങിയില്ല. ഈ സൈഡിലൂടെയുള്ള വ്യൂ കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോകുമായിരുന്നു. വീണ്ടും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നേരത്തെ വന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടൊക്കെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാമേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.